നമസ്കാരം. പൂജ, ജ്യോതിഷം, വാസ്തു ഇത്യാദി വിഷയങ്ങളിൽ ധാരാളം സംശയങ്ങൾ ആളുകളിൽ ഉണ്ട്. ധാരാളം ധാരണകളുമുണ്ട്, ധാരണപ്പിശകുകളുമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് നിത്യേന വീട്ടിൽ അനുവർത്തിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു വാസ്തുശാസ്ത്രമാണെങ്കിൽ പോലും നമ്മളൊരു വീടോ അല്ലെങ്കിൽ പണിയുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നമുക്ക് വളരെ ചെറിയ രീതിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തോന്നലുകളെ, ആ പ്രശ്നങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെറിയ മാർഗങ്ങളിലൂടെ അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് നിത്യേന നമ്മുടെ വീടുകളിൽ അനുഷ്ഠിക്കാവുന്ന ധാരാളം പൂജകളുണ്ട്. അടുപ്പിൽ ഗണപതി ഹോമം പോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ജീവിതത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കാനായിട്ട് അതിന് കഴിയും. എല്ലാത്തരം തടസ്സങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. വിഘ്നേശ്വര ഹോമമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. അതുപോലെയുള്ള ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ധ്യാന മാർഗങ്ങൾ നമുക്ക് വീട്ടിൽ, ചില ജപവിധാനങ്ങൾ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ധാരാളം ജപങ്ങളും ധ്യാനങ്ങളും പൂജകളും വഴിപാടുകളും ഹോമങ്ങളും ഒക്കെ നടത്തുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അത് ക്ഷേത്രങ്ങളിലായിട്ട് നടത്താറുണ്ട്, അല്ലെങ്കിൽ വീടുകളിലായിട്ട് നടത്താറുണ്ട്. പക്ഷേ ഇതിനൊക്കെ തന്നെ ധാരാളം ഫലങ്ങൾ വ്യത്യസ്ത രീതിയിൽ ആളുകൾക്ക് കിട്ടും. ചില ആളുകൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടിയില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എത്ര കണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചെയ്തതിന് എത്ര കണ്ട് ഫലവത്താവുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഭാഗം എത്ര കണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ ശാസ്ത്രീയപരമായ അടിത്തറയിലൂടെ എങ്ങനെ അതിനെ സമീപിച്ചിട്ടുണ്ട്, നമ്മളുടെ ബോധതലത്തിൽ അത് എത്ര മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത്യാദി ചില വിഷയങ്ങളെ കൂടി അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും അതല്ലെങ്കിൽ അറിവുകളും ഒക്കെ കിട്ടുന്നതിനും അത് സ്വമേധയാ മറ്റാളുകളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഇത്തരം വിഷയങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഇത്തരം വിഷയങ്ങളുടെ പരിഹാരത്തിനായിട്ട് വരാറുണ്ട്. അത്തരം സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ, അത് സാധാരണ ജനത്തിന് പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ നല്ല രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. ഏവരും അത്തരം കാര്യങ്ങളിലൂടെ അവരവരുടെ കുടുംബങ്ങളിൽ ലഘുപൂജകളും അതല്ലെങ്കിൽ അവനവൻ്റെ പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. വലിയ സാമ്പത്തിക ചെലവില്ലാതെ തന്നെ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വമേധയാ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ട തെളിവുകളോടുകൂടിയ കാര്യങ്ങളും നമുക്ക് കണ്ടെത്തി ചെയ്യാൻ സാധിക്കും. അതെല്ലാവർക്കും ഗുണപ്രദമാകും എന്നതിൽ സംശയമില്ല. നമസ്കാരം.